ഇന്നത്തെ നമ്മുടെ ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. ഇന്നത്തെ ടോപ്പിക്കാണ് EMA, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. കുറച്ച് ഡേയ്സിനെ കുറിച്ച് മാത്രം ഉള്ളിൽ മാർക്കറ്റിലുണ്ടായ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ആവറേജും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഷോർട്ട് ടൈമായിട്ടും മീഡിയം ടൈമായിട്ടും അതുപോലെ തന്നെ ലോങ് ടൈമായിട്ടുള്ള മൂവിങ് ആവറേജസ് ആണ്. ഡേയ്സിൻ്റെ മാർക്കറ്റിലുള്ള ആവറേജസ് മൂവിങ്ങിനെ കുറിച്ചാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 ഡേയ്സ്, 14 ഡേയ്സ്, 20 ഡേയ്സ്, ഇത്രയും ഡേയ്സിനുള്ളിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് എങ്ങനെയുണ്ട്, അവിടെ നിന്നൊരു നല്ലൊരു സിഗ്നൽ കിട്ടി മാർക്കറ്റ് നമുക്ക് നല്ലൊരു ഡയറക്ഷൻ തരുന്നുണ്ടോ ട്രേഡിലൊക്കെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഡേ 9 എന്ന് പറഞ്ഞതിൻ്റെ EMAയുടെ കളറാണ് 9, യെല്ലോ കളർ, 14 ഗ്രീൻ കളർ, 20 ബ്ലൂ കളർ. അപ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം കാണിച്ചു തന്നത്. ഇതിൻ്റെ ക്രോസിംഗ് പോയിന്റിനാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഏത് ക്രോസ് ആണ്, അല്ലെങ്കിൽ അത് അവസാനം വരെ വീഡിയോ കാണണം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകത്തുള്ളൂ. എപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഒരു ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്ന് കൺഫേം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ ക്രോസിങ്ങുകൾ കാണാം. മാർക്കറ്റ് അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സിനെ കുറിച്ച് EMAയുടെ സിഗ്നലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ക്രോസിംഗ് ആണ്, എപ്പോഴാണ് ഇതിനെക്കുറിച്ച് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടോപ്പായിരിക്കുന്നത് 25,140 റേഞ്ചിലാണ് ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് നടക്കുന്നത്. ഈ ട്രെൻഡ് എവിടെ നിന്ന് സ്റ്റാർട്ടായി, എങ്ങനെ നമുക്ക് ഈ ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിനകത്ത് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂവിങ് ആവറേജ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, അതായത് 9, 14, അതുപോലെ തന്നെ 20, ഈ ഒരു ഡേയുടെയാണ് നമ്മൾ ഈ മൂവിങ് ആവറേജിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സിംഗിളായിട്ടും ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും EMA നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. അത് ഓരോരുത്തരും അവരവരുടെ സ്റ്റൈലിൽ അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് ഒരു മാർക്കറ്റിൽ നിന്ന് അത് അവർക്ക് കംഫർട്ടായിട്ടുള്ള ടൂളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇത് 50 മിനിറ്റ്സ് ചാർട്ടാണ്. 50 മിനിറ്റ്സ് ചാർട്ടിൽ എപ്പോഴാണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രേഡ് വരാൻ പോകുന്നതെന്ന് കൺഫേം ചെയ്യുന്ന സിഗ്നലുകളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഈ മൂവിങ് ആവറേജിൻ്റെ ക്രോസ് നടക്കുമ്പോഴാണ് ഏകദേശം നമുക്ക് മാർക്കറ്റിൻ്റെ സിഗ്നലുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്രോസിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ക്രോസിങ് നോട്ട് ചെയ്തേക്കണം. ഇത് 3 ലൈനും ഒരേപോലെ 2 ക്യാൻഡിൽ സമയത്ത് അത് ക്രോസ് ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഒരു നല്ല ഡൗൺ ട്രെൻഡ് നമുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ക്യാൻഡിൽ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽസ് 15 മിനിറ്റ്സ് ക്യാൻഡിൽസിൽ ഫോളോ ചെയ്യാതെ ഈ ക്യാൻഡിൽസ് മൂവ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ പാനിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ലൈൻസുകളൊക്കെ ക്രോസ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോയി. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രോസിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. 3 ലൈൻ ഒരുപോലെ ക്രോസ് ചെയ്ത് 9 ഡേയ്സ് EMA 14, 20 ക്രോസ് ചെയ്ത് എപ്പം വരുന്നുണ്ടോ അപ്പം നമ്മൾ ആ ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കും. അത് അപ്പ് സൈഡിലേക്കായാലും ഡൗൺ സൈഡിലേക്കായാലും നമ്മൾ ആ ഡയറക്ഷൻ നമ്മൾ വ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈ മൂവിങ് ആവറേജുകൾ ഒരേപോലെ ക്രോസ് ചെയ്യണം എന്നുള്ളത്. ഒരേപോലെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ക്രോസിങ് നിങ്ങൾ പിന്നീട് റിവ്യൂ ഒന്ന് ബാക്ക് സൈഡ് പോയി നോക്കണം. ഇവിടെ ഗ്രീൻ വേറെ ഒരു സ്ഥലത്താണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇത് ക്രോസ് ചെയ്തിരിക്കുന്നത്. സെയിം ഒരേപോലെ ക്രോസ് ചെയ്തിരിക്കിട്ടില്ല. അതായത് ഇവിടെ നോക്കാം, ഇവിടെ അതിന് കറക്റ്റായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്രോസിങ് നടന്നതുപോലെ, ഈ ഒരു ക്യാൻഡലിൽ ഇവിടെ ക്രോസിങ് നടന്നതുപോലെയല്ല അവിടെ നടന്നിരിക്കുന്നത്. 2ഉം 3ഉം ക്യാൻഡലിൻ്റെ ഇടയ്ക്കാണ് ആ ക്രോസിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളതിന് വെയിറ്റ് ചെയ്തിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നോക്കാം, ഈ ക്യാൻഡലിൻ്റെ ഭാഗത്ത് വന്നതിന് ശേഷം ഇവിടെ 3ഉം ഒന്നിച്ച് ക്രോസ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോയേക്കുവാണ്. അവിടെ നമുക്ക് ഒരു ഡയറക്ഷൻ അപ്പ് സൈഡിലേക്ക് നോക്കാവുന്നതാണ്. അടുത്തൊരു മൂവ്മെൻറ്റ്സ് നോക്കാം. ഈ ഒരു ക്യാൻഡലിലേക്ക് ഇത് 3ഉം ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത് യെല്ലോ ലൈൻ, അതായത് 9 ഡേയ്സ് EMA അപ്പ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതും 3 ക്രോസ് ചെയ്ത് വന്നിരിക്കുകയാണ് ഡൗൺ സൈഡിലേക്ക്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സെല്ലേഴ്സ്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിനെ കുറിച്ചാണ്. ഓപ്ഷൻ സെല്ലേഴ്സിനെ ഒരു ലോങ് ഡേയ്സിലേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കിനൊക്കെ ഡയറക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു EMA സെറ്റപ്പാണ് 9,
14 ഡേയ്സ് 99 ഡേയ്സും 14 ഡേയ്സ് 20 ഡേയ്സും 2-3 ദിവസത്തിനുള്ളിൽ ഒരു ട്രേഡിലേക്ക് ലോങ് ടൈം അല്ല, ഒരു ഷോർട്ട് ടൈം ട്രേഡിലേക്ക് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അത് ഷോർട്ട് ടൈം ഡേയ്സിനെ കുറിച്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അണ്ടർ 20 ഡേയ്സിനകത്ത് വരുന്നത് ഷോർട്ട് ടൈം ട്രേഡായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്രോസിങ് വന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ടൈമായിട്ട് നമുക്ക് ട്രേഡ് അവിടെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയസ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ക്രോസിംഗ് അല്ല നടന്നിരിക്കുന്നത്. ആദ്യം ഇവിടെ നടന്നു, അതിനുശേഷം പിന്നീടാണ് ഒരു ഗ്യാപ്പ് വന്നിട്ട് ശേഷമാണ് ഇവിടെ ബാക്കിയുള്ള മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിരിക്കുന്നത്. ചാർട്ടിൻ്റെയും ഡെയിലി വ്യൂസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാം. നമുക്ക് നല്ലത് വെയിറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെയുള്ള ഇതുപോലത്തെ സിഗ്നൽ കിട്ടാറുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് ഈ സിഗ്നൽ കിട്ടാറുണ്ട്. ഇവിടെ ആദ്യം ഒരു ക്രോസ് ചെയ്തതിന് ശേഷം വന്നിട്ട് 2 ക്യാൻഡിലിന് ശേഷമാണ് അടുത്ത ക്രോസ് ചെയ്യുന്നത്. ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ടുള്ള ക്രോസിങ്ങിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഓപ്ഷൻ ബയേഴ്സിനും ഇത് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. കാരണം നമ്മൾ പ്രോബബിലിറ്റി, നമ്മൾ ഏതായാലും ക്യാഷ് മുടക്കി ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോബബിലിറ്റി കൂടുതലുള്ളതിനകത്ത് സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത്. ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മൂവിങ് ആവറേജ് EMAയുടെ ഡീറ്റെയിൽസും വീഡിയോസും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണം. ഇതുപോലെ ചെറിയ നോളജും എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 9 ഡേയ്സ് 14 ഡേയ്സ് 20 ഡേയ്സിൻ്റെ EMA മൂവിങ് ആവറേജ് വെച്ച് നല്ലൊരു ചെറിയ ഷോർട്ട് ടൈം ട്രേഡുകളെടുത്ത് പ്രോഫിറ്റിലെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലത്തെ പുതിയ വീഡിയോസ് പിന്നെ കാണാം. ബൈ ബൈ, താങ്ക് യു.